ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര ദുആ ചെയ്താലും റബ്ബ് സ്വീകരിക്കില്ല, ഉറപ്പാണ്. ഞാനീ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ, പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അതുമായി ഇടപെടുന്നവരാണെങ്കിൽ എന്തൊക്കെ കുത്തിമറിഞ്ഞിട്ട് റബ്ബിനോട് ചോദിച്ചാലും ശരി, അള്ളാഹു അത് പരിഗണിക്കുക പോലുമില്ല, ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള 10 കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട 10 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടാം. കാരണം ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞൊരു വിഷയമാണ്, ഉസ്താദേ കുറേ കാലമായിട്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്, ദുആ ഇറക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സ്വീകരിക്കുന്നില്ല. കുറേ കാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ദുആയും ദിക്റും ഒക്കെ ചെല്ലുന്നുണ്ട്, പലതും ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ റബ്ബ് ഏറ്റെടുക്കുന്നില്ല എന്ന്. അതിൻ്റെ കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുക. ഇൻഷാ അല്ലാഹ് അതുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുക, എന്നിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്ത് ഉറപ്പായി നടക്കും. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയമുള്ള എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അത്തരത്തിൽ എല്ലാവരുടെയും കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്നൊരു ആമീൻ പറഞ്ഞ്, ഒരു മനസ്സറിഞ്ഞൊരു ആമീൻ. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ പറഞ്ഞോ. കാരണം ആരുടെയെങ്കിലുമൊക്കെ ഒരു ആമീൻ സ്വീകരിച്ച ആ സാധുക്കളുടെ കാര്യം നടന്നു കിട്ടിയാൽ നമുക്കതും വലിയ സന്തോഷമാണ്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പരാതി പറയുന്ന ഒരു വിഷയമാണ് ഉസ്താദ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്നില്ല. ദുആ സ്വീകരിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി. അതായത് നമ്മളിപ്പോൾ റബ്ബിനോട് ചോദിക്കുക, അള്ളാഹുവേ എനിക്ക് ഇന്ന കടമുണ്ട്, നീ ഒന്ന് വെട്ടി തരണേ അല്ലാഹ്. അല്ലെ എനിക്ക് ഇന്ന ജോലി ആവശ്യമുണ്ട്, നീ എനിക്ക് നടപ്പാക്കി തരണേ, ആ ജോലി ലഭിക്കുന്ന വഴികൾ തുറന്നു തരണേ. നമ്മൾ ദുആയിരുന്നു, ആ ജോലി കിട്ടിയില്ല, അല്ലെ കടം തീർന്നില്ല, കാര്യം നടന്നില്ല. അപ്പോൾ അള്ളാഹു ഇല്ലാത്തത് കൊണ്ടാണോ, നമ്മൾ ദുആ ചെയ്യാത്തത് കൊണ്ടാണോ? രണ്ടും നടന്നല്ലോ. റബ്ബുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ദുആയും നടന്നു. പിന്നെ ഇവിടെ എന്ത് പറ്റി? നമ്മുടെ ദുആ സ്വീകരിച്ചില്ല. അള്ളാഹു അതിന് ഉത്തരം നൽകിയില്ല. ഇല്ല, അള്ളാഹു സ്വീകരിച്ചാലല്ലേ ഇപ്പോൾ കടം വീട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ജോലി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ വിവാഹം ശരിയാവുള്ളൂ. അപ്പോൾ ഇത് സ്വീകരിക്കാതിരിക്കാനുള്ളൊരു കാരണം ഉണ്ടാവൂലേ? ആ കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദുആ ഇരുന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ഈ ഒരു 10 കാര്യങ്ങൾ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ വളരെ ചുരുക്കിയേ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ദുആ ഇറക്കുക. ഇൻഷാ അല്ലാഹ് കാര്യം നടന്നു കിട്ടും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം മഹാന്മാരായ ആളുകൾ അവരുടെ വാക്കിന് അള്ളാഹു വില കൊടുത്തത്, അവരുടെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് കൊടുത്തത്, അവരെന്തു പറഞ്ഞാലും നടക്കുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി കൊടുത്തത് അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ദുആ ഇറക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ സംഗതി, ഹറാമായ സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടോ, ദുആ സ്വീകരിക്കൂല. ഹറാമായ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ അല്ലാതെ സമ്പാദിക്കുന്ന ഏത് വഴിയാണ്, ഏത് മുതലാണെങ്കിലും അള്ളാഹു അനുവദിച്ച ചില മാർഗ്ഗങ്ങളുണ്ടല്ലോ, കച്ചവടം, കൃഷി, അതുപോലെയുള്ള സംഗതികൾ. അത് റബ്ബ് അനുവദിച്ച മാർഗത്തിൽ പലിശ ഇടപാട് നടത്താതെ, അതുപോലെ തന്നെ ആരെയും ഇടങ്ങേറാക്കാതെ, തട്ടിക്കാതെ, വെട്ടിക്കാതെയൊക്കെ മാന്യമായ രൂപത്തിലുള്ള ആ ഒരു വരുമാനം, അങ്ങനെ ഹലാലായ വരുമാനമല്ല എങ്കിൽ, ഹറാമായ സമ്പാദ്യമാണുള്ളത് എങ്കിൽ അവൻ ചെയ്യുന്ന ഒരു ദുആയും അള്ളാഹു സ്വീകരിക്കില്ല. ഒരു ദുആയും സ്വീകരിക്കില്ല, ഒരു പ്രാർത്ഥനയും സ്വീകരിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്, ഇത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എന്നാൽ എന്ത് ചെയ്യുക, അതോടെ മാറ്റുക, ഒഴിവാക്കിയിട്ട് ഹലാലായി സമ്പാദിക്കാൻ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ദുആക്ക് ഇജാബത്ത് ലഭിക്കും, ഉറപ്പായും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഹറാമായ സമ്പാദ്യം എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അവൻ്റെ ഭക്ഷണവും പാനീയവും വസ്ത്രവും ഒക്കെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണെന്ത്, ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാണിത്, ഒരാളുടെ അവസ്ഥ ഇങ്ങനെ വിശദീകരിച്ചു, ഒരാളുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണെന്ത്, അവൻ്റെ ഈ പറഞ്ഞ അയാളുടെ ഭക്ഷണവും അതുപോലെ പാനീയവും വസ്ത്രവും ഒക്കെ ഹറാമാണ്. കാരണം എന്താ, അയാൾ ചങ്ങായി സമ്പാദിക്കുന്ന മുഴുവൻ ഹറാമിൽ നിന്നാണ്. അങ്ങനെ ഇരിക്കുക ആ ചങ്ങായിയുടെ ദുആ എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുക? ആ ചങ്ങായി ദുആ ഇരുന്നാൽ എങ്ങനെയാണ് റബ്ബ് സ്വീകരിക്കാമെന്ന് നബി തങ്ങൾ ചോദിച്ചു സ്വഹാബത്തിനോട്. എല്ലാ ഹറാമിൽ സമ്പാദിക്കുന്നവൻ്റെ ദുആ എങ്ങനെ അള്ളാഹു സ്വീകരിക്കുകയാണ് നബി തങ്ങൾ ചോദിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹറാം സമ്പാദിക്കുന്നവൻ്റെ ദുആ സ്വീകരിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞു തന്ന. രണ്ടാമത്തെ സംഗതി, പാപങ്ങൾ തുടരുക, പാപങ്ങളിലായി തുടരുക. അതായത് പാപങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വന്നുപോയ ആളുടെ കാര്യമല്ലേ പറയുന്നത്. പാപം വന്നു, അയാൾ തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി, അയാളുടെ വിഷയമല്ലേ പറയുന്നത്, അയാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. എന്നാൽ പാപങ്ങളിലായി കഴിയുന്ന ആൾ, നിത്യമായി കള്ളു കുടിച്ച് ജീവിക്കുന്ന ആൾ, എന്നും കള്ളുകൂടി ഇങ്ങനെ, അല്ലെങ്കിൽ നിത്യമായി തെറ്റിലായി കഴിയുന്ന ആളുകൾ, എല്ലാ ദിവസവും തെറ്റിലായി കഴിയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ദുആ ഇരുന്നാൽ ദുആ സ്വീകരിക്കൂല. അയാളുടെ ദുആ ഇനി എപ്പോഴാണ് സ്വീകരിക്കുക?
ആ പാപം സ്റ്റോപ്പ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി റബ്ബിലേക്ക് തിരിയാം. എന്നാൽ പിന്നെ അയാളുടെ ദുആ സ്വീകരിക്കും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന എന്തെങ്കിലും പാപങ്ങളുണ്ടോ, എന്നാൽ അത് ഒഴിവാക്കാൻ മാറ്റി എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാൻ പ്രതിജ്ഞ എടുത്ത് മാറ്റാം. രണ്ടാമത്തെ സംഗതി അതാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം ഈ വിഷയം എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തെ സംഗതി തിടുക്കം കാണിക്കാതിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പല ഉമ്മമാരെ വിളിച്ചിട്ട് സ്വതേ നടന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ വിഷമം പറയാറുണ്ട്. അവർ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് പറയുന്നതാണ്. ഞാനത് പ്രശ്നമായിട്ട് പറഞ്ഞതല്ല. പലരും വിളിച്ചിട്ട് നമ്മുടെ കാര്യം നടക്കുന്നില്ലല്ലോ ഉസ്താദേ എന്നിങ്ങനെ വിഷമം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ തിടുക്കം കാണിച്ചാൽ എന്താ, അള്ളാഹുവിൻ്റെ കാര്യം പെട്ടെന്ന് നടത്തി കിട്ടണം. അല്ലെങ്കിൽ കാര്യം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് അടുത്ത പണി ചെയ്യാനുള്ള, ഇപ്പം ഇത് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത പണി ചെയ്യണം. അങ്ങനെ ആവാൻ പാടില്ല. റബ്ബിൻ്റെ മുമ്പിൽ തവക്കുലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദ്വാരക്കുമ്പോഴും അള്ളാഹുവിനോട് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകും. ആ പ്രതീക്ഷയാണ് വേണ്ടത്. തന്നില്ലല്ലോ ചിന്താവാത് പാടില്ല. ആ പരിപാടി മാറ്റുക, തിടുക്കം കാണിക്കുന്നത് മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ് എന്ത്, ഞാൻ ദുആ ചെയ്തു പക്ഷെ ഉത്തരം കിട്ടിയില്ല എന്ന് ഒരാൾ എന്ത് ചെയ്യുക, അങ്ങനെ കരുതിക്കൊണ്ട് ദുആ ഉപേക്ഷിച്ചു. എന്ത് ചെയ്തു, ഞാൻ എത്ര ദുആ ആയിരുന്നു, എൻ്റെ ദുആ അള്ളാഹ് സ്വീകരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ ദുആഇന് ഒരു കാലത്ത് ഉത്തരം കിട്ടൂലായിരുന്നു. ആ വ്യക്തി ദുആ ആയിരുന്നതിന് ഒരു കാലത്ത് ഉത്തരം കിട്ടില്ല. അപ്പോൾ തിടുക്കം കാണിക്കാതിരിക്കാം. നാലാമത്തെ സംഗതി, അശ്രദ്ധമായ മനസ്സുകൊണ്ട് ദ്വാരക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ദ്വാരക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിന്ത ഇവിടെ ഒന്നുമല്ല, വേറെ എവിടേക്കോ ചിന്തിച്ചുകൊണ്ട് അല്ലാഹു എൻ്റെ കടം വീട്ടണേ അല്ലാ, എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ, പ്രതിസന്ധികൾ മാറ്റണേ അല്ലാ, വിവാഹം ശരിയാക്കി തരണേ പറയുന്നുണ്ട്. നാവ് കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദ്വാരക്കുണ്ട്, പക്ഷേ ചിന്ത വേറെ എവിടേക്കോ ആണ്, ഇങ്ങോട്ടൊക്കെയോ ഇവിടെങ്ങും അല്ല മനസ്സ്. അങ്ങനെ ദ്വാരുന്ന ആ ദുആ സ്വീകരിക്കൂല എന്നാണ്. കാരണം റബ്ബിന് നമ്മുടെ മനസ്സറിയാം. നമ്മുടെ മനസ്സും നാവും ഈ സംസാരവും ഒക്കെ റബ്ബിനറിയാം. ഇതൊക്കെ ഒന്നിച്ച് നമുക്കിപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മനസ്സിലാവുക. ഇപ്പോൾ അല്ലേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ അധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അധികവും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ആ എഴുത്തിലായിരിക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകും. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ അതിലേക്കായിരിക്കും ഫോക്കസ് കൂടുതലുണ്ടാകും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കേൾവിയും കാഴ്ചയും സംസാരവും ഒക്കെ അള്ളാഹുവിന് ഒരുപോലെയാണ്. റബ്ബിന് അത് തടസ്സമൊന്നുമില്ല. ഇപ്പോൾ കാണുന്നു എന്ന് കരുതിയിട്ട് കേൾക്കുന്നതിന് വിഷയമൊന്നുമില്ല, കേൾക്കുന്നു എന്ന് കരുതിയിട്ട് സംസാരത്തിന് വിഷയമൊന്നുമില്ല. എല്ലാ റബ്ബിനും എന്ത് ചെയ്യും, ഒരേ സമയത്ത് നമുക്കാണ് ഈ പരിധികളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അശ്രദ്ധമായിട്ട് അലസമായിട്ടിരുന്നിട്ട് റബ്ബിനോട് അള്ളാഹിൻ്റെ കാര്യം നടക്കണില്ലല്ലോ, അള്ളാഹ് നീ നടപ്പാക്കി തരണേ അള്ളാഹ് ഇങ്ങനെ ദ്വാരന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. റബ്ബിനോട് എന്ത് ചെയ്യണം, പറയുന്ന സമയത്ത് മനസാന്നിധ്യത്തോടുകൂടി പറയാം, ഇൻഷാ അല്ലാഹ് ദുആ സ്വീകരിക്കും. അല്ലാത്ത പക്ഷം സ്വീകരിക്കില്ല. അഞ്ചാമത്തെ കാര്യങ്ങൾ, ബന്ധങ്ങൾ വിച്ഛേദിച്ചവനാണെങ്കിൽ അവന് ദുആ സ്വീകരിക്കുക. കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലം അടുപ്പത്തിലുണ്ടായിരുന്ന സൗഹൃദങ്ങൾ അത് വെട്ടിമുറിച്ച് കളഞ്ഞ ഒരു കാരണമില്ലാതെ, അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ദുആ സ്വീകരിക്കൂല എന്ന, അത്തരത്തിൽ വെട്ടിമുറിച്ച ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ബന്ധങ്ങൾ വിച്ഛേദിച്ചവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കൂല. ആറാമത്തെ കാര്യം കാണാം, നിർബന്ധിത കാര്യങ്ങൾ അവഗണിച്ചവനാകുക. ഫർളായ കാര്യങ്ങൾ, അതായത് ഫർളായപ്പോൾ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് കൊടുക്കലാകട്ടെ, എന്തു ആയിക്കോട്ടെ. ചിലപ്പോൾ നിസ്കാരവും നോമ്പൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു തരും. സക്കാത്തിൻ്റെ വിഷയത്തിൽ പലരും വീഴ്ച വരുത്താറുണ്ട്. അപ്പം അത്തരത്തിൽ നിർബന്ധിതമായ സംഗതികളെ ചെയ്യാതെ എന്തു ദുആയിരുന്നാലും യാതൊരു കാര്യമില്ല. നിർബന്ധമായി ചെയ്യേണ്ട ഫർളായ സംഗതികളെ ചെയ്യാതെ എന്തൊക്കെ ദുആ ചെയ്തെന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കൂല. അത് ശ്രദ്ധിക്കണം. ആദ്യം ഫർളുകൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഈ അടുത്തിപ്പോൾ ഒരാൾ എന്നെ എന്താ പറയുക, ഒരു പരിഹാരത്തിന് വേണ്ടി വിളിച്ചാണ്. പ്രശ്നപരിഹാരത്തിന് പലരും വിളിക്കാറുണ്ട്, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവർക്കുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട് വിഷമങ്ങൾ കുറേ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു പ്രവാസിയാണ് ആൾ കുറേ കാലമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെച്ചമില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രയാസം. വന്നിട്ട് എന്താ ഇത് മാറാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ദിക്റ് സ്ഥിരമായി ചെല്ലുന്ന കുറേ ദിക്റുകളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ചെല്ലാമെന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്യുക, കുറേ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തു. ഒരു മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മൂപ്പരോട് വെച്ച് ഇങ്ങോട്ട് നിസ്കാരങ്ങളൊക്കെ ക്ലിയർ ആണോ, നിസ്കാരമൊക്കെ കൃത്യമായിട്ടാണ് നിസ്കരിക്കുന്നത്, അതായത് ഫർളുകളൊക്കെ നിസ്കരിക്കുന്നത്. അപ്പോൾ മൂപ്പര് എൻ്റെ ഇത് പറഞ്ഞു, സാർ ചിലപ്പോൾ എന്ത് ചെയ്യും, സുബഹിക്ക് എഴുന്നേക്കാൻ കഴിയാറില്ല, സുബഹി കള്ളായിപ്പോൾ കള്ളായിട്ട് പിന്നെ ചിലപ്പോൾ പിന്നീട് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റാതെ പോകാറുണ്ട്, അത് മുടങ്ങി പോകലുണ്ട്. അതുപോലെ തന്നെ ളുഹർ നിസ്കരിക്കും, പക്ഷെ അസറിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ കഴിയില്ല, അസറും ഇപ്പോൾ ഒഴിവാണ്. അപ്പോൾ ളുഹറും സുബഹിയും അസർ എല്ലാ ദിവസവും പോക്കാണ്, സുബഹി മിക്കപ്പോഴും പോക്കാണ്. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, തട്ടിമുട്ടി അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നിസ്കരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ചിലരുടെ അവസ്ഥ. ഫർളുകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ നമ്മൾ എന്ത് ദുആയിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാം. ഏഴാമത്തെ സംഗതി, അനീതി ചെയ്യുന്നത് ഒഴിവാക്കാം. ആരോടും എന്ത് ചെയ്യാൻ പറ്റും, അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കുടുംബാദികളാകട്ടെ, ആരോടും അനീതി ചെയ്യാതിരിക്കുക. അനീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക തുടങ്ങിയിട്ട് അതെന്ത് വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും അതിപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനീതി ആരോടെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാതിരിക്കുക, ഇടങ്ങേറാക്കാതിരിക്കുക,
അതാണ് നീതി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 8ാമത്തെ സംഗതി ദുആകളുടെ മര്യാദകൾ പാലിക്കാതിരിക്കാം. ദുആക്ക് കുറേ മര്യാദകളുണ്ട്. അള്ളാഹുവിനോട് ദുആ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ആ ദുആന്റെ മര്യാദകൾ പറഞ്ഞിരുന്നു. ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൈകൾ ഉയർത്തേണ്ട വിധം, അതുപോലെ എങ്ങനെ ദുആ തുടങ്ങണം, ഹംദ് കൊണ്ട് തുടങ്ങണം, അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങണം, അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് തുടങ്ങണം, നബി തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് തുടങ്ങണം. അതുപോലെ ദുആന്റെ ഇടയിൽ റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത അമലുകൾ എന്തെങ്കിലും തവസ്സുലാക്കിയിട്ടൊക്കെ ദുആ ഇറക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ദുആക്ക് കുറേ മര്യാദകളുണ്ട്. അപ്പോൾ അത് പാലിക്കാതെ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഹംദ് സ്വലാത്തൊന്നും ഇല്ലാതെ ഒരാൾ ദുആ ഇരുന്നു, വെറുതെ ദുആ ഇരുന്നു, എന്നാൽ ദുആ സ്വീകരിക്കില്ലായിരുന്നു. അപ്പം അത് ശ്രദ്ധിക്കുക. അതിനെ അതിനെപ്പറ്റി പഠിക്കുക കേട്ടോ. ഹംദ് എന്താണ്, ദുആന്റെ മര്യാദകൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. 9ാമത്തെ സംഗതി അള്ളാഹുവിലുള്ള പ്രതീക്ഷ കുറേ. അതായത് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ദുആ ഇരുന്നു, ഇനി ദുആ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, തരട്ടെ, കിട്ടിയാൽ കിട്ടട്ടെ. അള്ളാഹുവിലുള്ള പ്രതീക്ഷ കുറഞ്ഞു പോവാ. എന്നാൽ എന്ത് ചെയ്യുക, അവൻ്റെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല എന്ന നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ദുആ ഇറക്കേണ്ടത്. അതുപോലെ തന്നെ 10ാമത്തെ അവസാനത്തെ ഒരു സംഗതി എന്താ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് മനസ്സിലാക്കാതിരിക്കാം. അതായത് ഒരു അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞത്, 10ാമത്തെ സംഗതി പറഞ്ഞാൽ ദുആ സ്വീകരിക്കുന്നത് 3 രൂപത്തിലാണ് എന്ന് 4 രൂപത്തിലാണ് എന്ന് മഹാന്മാർ പറഞ്ഞത്. ദുആ സ്വീകരിക്കുന്നത് 4 രൂപത്തിലാണെന്ന്. ഒന്ന് എന്ത് ചെയ്യുക, ദുആ ചോദിച്ച ഉടനെ തരിക, അതായത് ചോദിച്ച സംഗതി തന്നെ തരിക. 2ാമത്തത് ചിലപ്പോൾ ചോദിച്ച സംഗതി ആവൂല, കിട്ടുന്ന വേറെ ഖൈറായതായിരിക്കും, ചോദിച്ചതായിരിക്കും, ഇപ്പം അതിനേക്കാൾ ഖൈറായതായിരിക്കും ചിലപ്പോൾ കിട്ടാം. 3ാമത്തെ സംഗതിയാണ് എന്ത്, ചോദിച്ചത് ചിലപ്പോൾ കിട്ടൂല, പക്ഷേ എന്തെങ്കിലും ഒരു ബലായിനെ അള്ളാഹു തട്ടിമാറ്റും. 4ാമതായി കാണാം, ചോദിച്ചതും തരൂല, ഖൈറായതും തരൂല, ബലാ നീക്കൂല, നാളെ ആഖിറത്തിലേക്ക് വെക്കും. ഈ 4 രൂപത്തിലല്ലാതെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല എന്ന 4 രൂപത്തിൽ എന്ത് ചെയ്യും, ആൾക്ക് ഇജാബത്ത് കിട്ടും. ഒന്നിക്കൽ ചോദിച്ചത് അതുപോലെ തരിക, 2ാമത്തത് ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3ാമത്തത് ചോദിച്ചതിന് പകരമായിട്ട് ഏതെങ്കിലും ബലായിനെ അള്ളാഹു തട്ടിമാറ്റുക, 4ാമത്തത് ആ ചോദ്യത്തെ ആഖിറത്തിലേക്ക് അള്ളാഹു മാറ്റിവെക്കുക. ഈ 4 രൂപത്തിലാണ് അള്ളാഹു എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഇജാബത്ത് നൽകുന്നത് എന്നുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം ദുആ ഇറക്കാൻ. അപ്പോൾ മനസ്സിൽ എന്തൊരു സമാധാനം ഉണ്ടാവും. റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചതിന് ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ, അള്ളാഹു ജീവിതത്തിൽ വലിയ ഖൈർ നൽകട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.